അടുത്തൊരു ചോദ്യമാണ് 28 ക്യൂബ് പ്ലസ് -15 ക്യൂബ് പ്ലസ് -13 ക്യൂബിൻ്റെ വില എത്രയായിരിക്കും എന്നൊരു ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് 28നെ 3 പ്രാവശ്യം ഗുണിക്കുക, -15നെ അപ്പോൾ 15നെ 3 പ്രാവശ്യം ഗുണിക്കണം, പിന്നെ 13നെ 3 പ്രാവശ്യം ഗുണിക്കണം, എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും എക്സാമിൻ്റെ സമയം കഴിയും. അപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ എന്ന് നോക്കാം. സംഖ്യകളിലേക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 28ആണ്, ഇവിടെ -15 ക്യൂബും -13 ക്യൂബുമാണ്. അപ്പോൾ ഈ 15ഉം 13ഉം നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടും? -15ഉം -13ഉം കൂട്ടിയാൽ 28 കിട്ടും. അതായത് ഇത് എ ബി സി എന്ന 3 സംഖ്യയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എയും ബിയും സിയും കൂട്ടിയാൽ 0 കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഈ ക്യൂബിൻ്റെ കേസിലാണ് എ ബി സി കൂട്ടുമ്പോൾ 0 കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 28 പ്ലസ് -15 പ്ലസ് -13. അപ്പോൾ 28, 15ഉം 13ഉം കൂട്ടുമ്പോൾ 28 വരുന്നത്. അപ്പോൾ 28 - 28 0 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് വന്നാൽ എയും ബിയും സിയും കൂട്ടുമ്പോൾ 0 കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം 3ABC ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എയും ബിയും സിയും ഗുണിച്ചിട്ട് 3 കൊണ്ട് ഗുണിക്കുന്നു എന്നാണ്. ഈ ഉത്തരത്തിനോട് തുല്യമായിരിക്കും ഇത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? എയുടെ സ്ഥാനത്ത് 28ആണ്, ബിയുടെ സ്ഥാനത്ത് -15, സിയുടെ സ്ഥാനത്ത് -13 എല്ലാം കൂടെ ഗുണിക്കുക. അപ്പം ഞാൻ ആദ്യം 28ഉം 15ഉം ഗുണിച്ചു, 420 കിട്ടി. പിന്നെ 42ഉം 13ഉം കൂടെ ഗുണിക്കുന്നു, എന്നിട്ട് 3 കൊണ്ട് ഗുണിച്ച് ലാസ്റ്റ് 0 ഇട്ട് കൊടുത്തു. എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. എളുപ്പത്തിൽ 2 അക്ക സംഖ്യകൾ ഗുണിക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഫൈനൽ ആൻസർ ഇതാണ്, 16380.